50 വർഷമായിട്ട് ജയിലിൽ ജയിൽവാസം അനുഭവിക്കുന്ന ഒരാൾ. അദ്ദേഹം ഒരു വൃദ്ധനായി. തൻ്റെ ഏറ്റവും ചെറുപ്പകാലത്താണ് അദ്ദേഹം ജയിലിലെത്തപ്പെടുന്നത്. ഒരു കുറ്റം ചെയ്തതിൻ്റെ കാരണത്താൽ അദ്ദേഹം ജയിലിലെത്തപ്പെടുന്നു. പിന്നെ തുടർന്ന് 50 വർഷത്തോളം അയാൾ ആ ജയിലിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ, അല്ലെങ്കിൽ ആ വലിയൊരു മതിലിനുള്ളിൽ ആണ് അയാളുടെ ജീവിതം ജീവിക്കുന്നത്. ഈ 50ാമത്തെ വർഷം അയാൾ ജയിൽ മോചിതനായി പുറത്തെത്തുകയാണ്. പുറം ലോകത്ത് പോവുകയാണ്. അപ്പോൾ ജയിലിൽ അയാൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അയാൾ അവിടുത്തെ ഏറ്റവും മൂത്ത പ്രിസണറാണ്. അദ്ദേഹം അവിടുത്തെ ലൈബ്രറിയനാണ്. ലൈബ്രറിയുടെ ഇൻചാർജാണ് അദ്ദേഹം. അങ്ങനെ ബ്രൂക്സ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ബ്രൂക്സ് ജയിൽ മോചിതനായിട്ട് പുറം ലോകത്തെത്തുന്നു. അപ്പം ഇങ്ങനെ ജയിലിൽ നിന്ന് വരുന്ന കുറ്റവാളികളെല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നൊരു പരിപാടിയുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ അവിടുത്തെ ഗവൺമെൻറ് ഏർപ്പാടാക്കി കൊടുത്ത, അല്ലെങ്കിൽ ജയിൽ അധികൃതർ ഏർപ്പാടാക്കി കൊടുത്ത ഒരു ഒരു ചെറിയ വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ്. പിന്നെ അദ്ദേഹത്തിനൊരു ജോലി, ഒരു ഗ്രോസറി ഷോപ്പിൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഗ്രോസറി ഡിപ്പാർട്ട്മെൻറ്റിൽ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന ഒരു ജോലി. ഇത്രയും നാളത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇത്രയും നാളും പുറം ലോകമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാണ്ട് അദ്ദേഹം പുറം ലോകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ലോകമാകപ്പാടെ മാറിയിരുന്നു. അദ്ദേഹം ഒരു ചെറുപ്പകാലത്ത് ഒന്നോ രണ്ടോ വണ്ടികൾ നിരത്തിലൂടെ കണ്ടിരുന്ന അയാൾ ഇപ്പോൾ റോഡിൽ മുഴുവൻ വണ്ടി കണ്ട് അതിശയിച്ചു പോകുന്ന ചില രംഗങ്ങളിലൂടെയൊക്കെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ബ്രൂക്സ് പുറം ലോകത്ത് വന്നിട്ട് അയാൾക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. അതായത് ഭയങ്കരമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയ ഒരു മനുഷ്യൻ, താൻ അവിടെ ഒട്ടും ഫിറ്റാവുന്നില്ല എന്നുള്ളത് കണ്ടെത്തിയിട്ട് ഒരു ചെറിയൊരു നെയിൽ കട്ടറിലെ നൈഫ് എടുത്തിട്ട് ചുമരിൽ എഴുതുകയാണ്, ബ്രൂക്സ് വാസ് ഹിയർ. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ആൻഡി ഡുഫൈൻ എന്ന് പറഞ്ഞ ഒരു ബാങ്കർ, അദ്ദേഹം വളരെ ജെന്യുവൻ ആയിട്ടുള്ള, വളരെ സാധാരണക്കാരനായിട്ടുള്ള, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വളരെ കാര്യമായിട്ട് സ്നേഹിക്കുന്നു. അവർ തമ്മിൽ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതൊക്കെ. പക്ഷേ പിന്നീട് ആൻഡി കണ്ടുപിടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ട്. ആൻഡിയിൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡിയുടെ വൈഫിനെയും അവളുടെ കാമുകനെയും ആൻഡി കൊന്നു എന്നുള്ളതാണ് ആൻഡിയിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം. ആൻഡി പല കാര്യങ്ങളിൽ ഭയങ്കര അസ്വസ്ഥനായിരുന്നു. അങ്ങനെ അവസാനം ആൻഡി കുറ്റവാളിയാണെന്ന് കോടതി വിധിക്കുന്നു. അങ്ങനെ ആൻഡി ഷോഷാങ്ക് എന്നുള്ള ജയിലിലേക്ക് എത്തപ്പെടുന്നു. അപ്പം റെഡിൻ്റെ ഒരു മോണോലോഗിലാണ് ഈ പറഞ്ഞ ഭൂരിഭാഗം കഥയും കടന്നു പോകുന്നത്. റെഡ് ചില കാര്യങ്ങളൊക്കെ അവിടുത്തെ ഇൻമേറ്റ്സിനൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരാളാണ്. സിഗരറ്റായിരിക്കാം, ചില പടങ്ങളായിരിക്കാം, ലൈക്ക് സിനിമാ നടിമാരുടെ പടങ്ങൾ, അല്ലെങ്കിൽ സിഗരറ്റ്, പിന്നെ വേറെ പല സാധനങ്ങളൊക്കെ റെഡ് പലർക്കായിട്ട് ഇങ്ങനെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അതിന് റെഡിന് കൂലി എന്നോണം ചിലപ്പോൾ സിഗരറ്റ്സ് ആയിരിക്കും. ഇവർ പോൺ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ, ലൈക്ക് എക്സ്ചേഞ്ച്, ഒരു ബാർട്ടർ സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആൻഡി ഒരു ദിവസം റെഡിനടുത്തേക്ക് വന്നിട്ട് റെഡിനോട് പറയുകയാണ്, എനിക്ക് ഒരു റോക്ക് ഹാമർ വേണം. ഈ റോക്ക് ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും റെഡിന് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ആൻഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇതൊരു പിക്കാക്സ് പോലൊരു സംഭവമാണ്. പിക്കാക്സോ? അപ്പോൾ പിക്കാക്സ് ആണോ ജയിലിലേക്ക് ഞാൻ കൊണ്ടുവരേണ്ടതെന്ന് റെഡ് ചോദിക്കുമ്പോഴത്തേനും ആൻഡി പറയും, പിക്കാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും താങ്കൾ ചിരിക്കും, ഇത് കണ്ടു കഴിയുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും ഇത് എന്താ സംഭവം എന്നുള്ളത്. ഒന്നുമില്ല, എനിക്ക് ചെസ്സ് കളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഒന്ന് കാർവ് ചെയ്തെടുക്കണം, ഒന്ന് കൊത്തിയെടുക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു ടൂളാണ് ഈ റോക്ക് ഹാമർ എന്ന് പറയുന്ന സംഭവം. അത് എനിക്ക് വേണ്ടി താങ്കളൊന്ന് എത്തിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പം റെഡി ചോദിക്കുന്നുണ്ട്, പുറത്തതിന് എത്ര രൂപ? അപ്പം $8 വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ആൻറ്റി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും റെഡ് പറയുന്നു, ശരി, ഇതിങ്ങോട്ട് കൊണ്ടുവരാനുള്ള റിസ്ക് ഇതെടുത്തിട്ട് എനിക്ക് 20% കമ്മീഷനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് $10 ഈ ഡീൽ ഉറപ്പിക്കാൻ താങ്കൾ തയ്യാറാണോ? അപ്പോഴത്തേനും ആൻറ്റി പറയുന്നു, ഓക്കെ, $10 ഞാൻ ഈ ഡീൽ ഉറപ്പിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് ആൻറ്റിക്ക് റെഡ് ഈ റോക്ക് ഹാമർ എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നാളുകളൊക്കെ കടന്നു പോകുന്നു. ആദ്യം ഈ റോക്ക് ഹാമറൊക്കെ ആൻറ്റി കൈക്കലാക്കി. റെഡ് റോക്ക് ഹാമറൊക്കെ ആൻറ്റിക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ ആൻറ്റി ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീത്ത ഹൈവാർത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ നടിയുണ്ട്. ആ സിനിമാ നടിയുടെ ഒരു പോസ്റ്ററാണ് വേണ്ടതെന്ന് ആൻറ്റി റെഡിനോട് പറയുന്നു. അങ്ങനെ ആൻറ്റിക്ക് റീത്ത ഹൈവാറിൻ്റെ ഒരു വലിയൊരു ഒരു ഫോട്ടോ കൈമാറുകയാണ് റെഡ്. ഒരു ദിവസം ആൻറ്റി തൻ്റെ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രസൻറ്റ് ലൈറ്റ് മൊത്തത്തിൽ ഓഫ് ചെയ്യുന്ന സമയത്ത് ഭിത്തിയിൽ ചില പോറിച്ചെഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണുന്നു. ഓരോരുത്തരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ആൻറ്റി ആ പേരുകളൊക്കെ ശ്രദ്ധിക്കുന്നു. പേരുകൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ തന്നെ അയാളുടെ പേരും അതിലേക്ക് എഴുതണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഈ റോക്ക് ഹാമർ എടുത്തിട്ട് അയാളുടെ പേരും അതിൽ കോറിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടുത്തെ വാർഡൻ പറയുകയാണ്, ഇന്ന ബിൽഡിങ്ങിൻ്റെ മേളിൽ ചെറിയ ലീക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി, ലൈക്ക് ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ പുറത്ത് താറടിക്കാൻ വേണ്ടി കുറച്ച് വോളണ്ടിയേഴ്സിനെ ആവശ്യമാണെന്ന് പറയുന്നു. തങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിന്നും കുറച്ചൊന്ന് വിശ്രമിക്കാൻ, ഒരാഴ്ച കാലം എന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു അവസരമാണതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റെഡും സംഘവും ആൻറ്റിയും എല്ലാവരും കൂടെ വോളണ്ടിയർ ആയിട്ട് പേര് കൊടുക്കുന്നു. അങ്ങനെ അവരെല്ലാവരും സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് ഇവർ അന്ന് ഈ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ ഈ സീലിങ്ങിൽ ടാറ് പൂശിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നേരം ഈ ക്യാപ്റ്റൻ അവിടുത്തെ ക്യാപ്റ്റൻ്റെ ഓഫീസേഴ്സിനോട് അദ്ദേഹം ടാക്സ് കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഇൻകം സോഴ്സിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയെ സംബന്ധിച്ച് ആൻറ്റി ഒരു ബാങ്കറാണ്. അപ്പോൾ ആൻറ്റിക്ക് ഈ വക കാര്യങ്ങളിലൊക്കെ നല്ല അറിവുണ്ട്. താങ്കളുടെ ഭാര്യനെ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? താങ്കളുടെ ഭാര്യനെ താങ്കൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ താങ്കളുടെ ഈ പറഞ്ഞ അക്കൗണ്ട്സ് താങ്കളുടെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ടാക്സ് അടക്കേണ്ടി വരത്തില്ല, അതിന് താങ്കൾക്ക് ടാക്സിൽ ഇളവ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രശ്നമായിരുന്ന ഒരു ടാക്സ് ഇഷ്യൂവിന് ആൻറ്റി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ സൊല്യൂഷന് നന്ദി എന്നോണം അദ്ദേഹം പറയുന്നത്, എൻ്റെ വർക്കേഴ്സിന് എല്ലാവർക്കും ഒരു കുപ്പി ബിയർ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ടാക്സിൻ്റെയും പൈസയുടെയും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആൻറ്റി വിദഗ്ധനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ജയിലിലുള്ള ഈ പല ഓഫീസേഴ്സിൻ്റെയും ടാക്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അവരുടെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ പയ്യെ ആൻറ്റി ആയിട്ട് മാറുന്നു. അവസാനം വാർഡൻ്റെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നതും ആൻറ്റി ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഇരിക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സമയത്തിലാണ് ബ്രൂക്സിനെ അവിടുന്ന് എന്താണ് പരോളിൽ വിടുകയാണ്, അല്ലെങ്കിൽ ബ്രൂക്സിനെ ജയിൽ മോചിതനാക്കുകയാണ് എന്നുള്ളൊരു വാർത്ത അവിടെ എല്ലാവരും അറിയുന്നു. പക്ഷേ ബ്രൂക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് ഒട്ടും വിശ്വസിക്കാനും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മാൻ ആണ് എന്ന് റെഡ് പല സമയത്തും പലപ്പോഴായിട്ടും പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും ഈ ഷോഷാങ്ക് പ്രിസണിലാണ് ചെലവഴിച്ചത്. അപ്പോൾ ഈ പ്രിസണിനുള്ളിൽ അയാൾ എന്തൊക്കെയാണ്, പ്രിസണിന് പുറത്ത് അയാൾ ഒന്നുമല്ല എന്നുള്ളൊരു സംഭവം റെഡ് പല സമയത്തായിട്ട് പറയുന്നുണ്ട്. അവസാനം ബ്രൂക്സ് ജയിൽ മോചിതനായിട്ട് പുറം ലോകത്തേക്ക് എത്തുകയാണ്. അവിടെയാണ് ഞാൻ ഈ കഥയുടെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഈ സിനിമാ കാര്യത്തിൻ്റെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബ്രൂക്സ് പുറം ലോകത്ത് ഒരു മിസ്ഫിറ്റായി മാറുന്നു. അങ്ങനെ അവസാനം ബ്രൂക്സിന് അതൊട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വന്നു കഴിയുമ്പോഴത്തോട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ബ്രൂക്സ് വാസ് ഹിയർ എന്നുള്ളൊരു വാചകം അദ്ദേഹം താമസിച്ചിരുന്ന റൂമിൻ്റെ സീലിങ്ങിൽ പോറിച്ച് വെച്ചതിന് ശേഷം ബ്രൂക്സ് ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ആൻറ്റി അവിടുത്തെ ലൈബ്രറിയനായിട്ട് മാറുന്നു. അപ്പോൾ അവിടുത്തെ ലൈബ്രറിക്ക് ഒരു പ്രശ്നമുണ്ട്, അവിടെ അധികം ബുക്കുകളൊന്നുമില്ല. അപ്പോൾ ആൻറ്റി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡനോട് സംസാരിച്ചിട്ട് നിരന്തരമായിട്ട് കത്തെഴുതുകയാണ്. ലൈബ്രറിക്ക് ഫണ്ട് അനുവദിക്കണം, ലൈബ്രറിയിൽ ബുക്കുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ 6 വർഷം കൊണ്ട് ആൻറ്റി കത്തുകൾ എഴുതി 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 അവസാനം കുറച്ച് ഫണ്ട് $200 കുറച്ച് യൂസ്ഡ് ബുക്കുകളും ഈ ഷോഷാങ്ക് പ്രിസണിലേക്ക് ഗവൺമെൻറ് എത്തിക്കുകയാണ്. അങ്ങനെ ഇവരുടെ പ്രിസൺ ലൈഫ് മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും കുറച്ച് ഇൻമേറ്റ്സ് പ്രിസണിലേക്ക് എത്തുന്നു. അതിൽ ടോമി എന്ന് പറയുന്നിട്ട് ഒരു യങ് ആയിട്ടുള്ള ഒരു പ്രിസണർ ഉണ്ടായിരുന്നു. അവനെ കണ്ട മാത്രയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം അവൻ അത്രത്തോളം ചുറുചുറുക്കുള്ള, ഭയങ്കര യങ് ആയിട്ടുള്ള, എന്നാൽ ഒരു ചെറിയൊരു കുട്ടിത്തമൊക്കെയുള്ള ഒരു കള്ളനായിരുന്നു, ഒരു മോഷ്ടാവായിരുന്നു ഈ ടോമി. അപ്പോൾ ടോമി മോഷ്ടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില TV, VCR ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് ടോമീനെ ഈ ഷോഷാങ്ക് പ്രിസണിലേക്ക് വിടുന്നത്. 2 വർഷത്തെ തടവ് ശിക്ഷ മാത്രം ടോമിക്ക് അനുഭവിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പ്രിസണിലേക്ക് വരുന്ന ടോമിക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയത്തില്ല. അപ്പം ഇത് ആൻറ്റി മനസ്സിലാക്കുകയും ആൻറ്റിയുടെ അടുത്ത് നിന്ന് ആൻറ്റിയുടെ ശിക്ഷണത്തിൽ ടോമി എഴുതാനും വായിക്കാനും പഠിക്കുന്നു. അങ്ങനെ അദ്ദേഹം പരീക്ഷ എഴുതി. പരീക്ഷയുടെ അവസാനം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ടോമി ആൻറ്റീനെയൊക്കെ ഭയങ്കര ചീത്ത വിളിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനിടയിൽ റെഡിനോടും ആൻറ്റിയോടും ടോമി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ടോമി ഒരു കാര്യം പറയുന്നുണ്ട്. ടോമിയുടെ കൂട്ടത്തിൽ ഇതിനു മുന്നേ ജയിലിൽ ഇൻമേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരാളെ ടോമിക്ക് അറിയാം. അയാൾ വലിയ ഗടാഗടിയനായിട്ടൊരു മനുഷ്യനാണ്. അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അയാളൊരു കൊല ചെയ്തു. അയാൾ എന്തുകൊണ്ടാണ് പ്രസിഡന്റിൽ വന്നതെന്നുള്ള കാര്യമാണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അയാളൊരു കൊല ചെയ്തത് ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്കറിൻ്റെ വൈഫിനെയും അവളുടെ കാമുകനെയാണ്. അവളുടെ കാമുകനെയാണ് കൊല്ലാൻ അയാൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ കാമുകയായിട്ടുണ്ടായിരുന്ന ഈ ബാങ്കറിൻ്റെ വൈഫിനെയും ഇയാൾ കൊന്നു. ആക്ച്വലി അത് ആൻറ്റിയുടെ വൈഫിൻ്റെ കാമുകനുമായിരുന്നു. അത് ആൻറ്റിക്ക് ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു. ആൻറ്റി അല്ലായിരുന്നു ആ മർഡർ കമ്മിറ്റ് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ആൻറ്റിക്കും അറിയാം. പക്ഷേ ആരായിരുന്നു കൊന്നതെന്നുള്ളത് ഇപ്പോൾ ടോമി വഴി ആൻറ്റി ആ ഒരു സത്യം അറിഞ്ഞു.
ഇരട്ട ജീവപര്യന്തമാണ് ആൻറ്റി അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നും കുറച്ച് എന്താണ് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടുമല്ലോ എന്നൊക്കെയുള്ള കാര്യം ആൻറ്റി വാർഡനോട് സംസാരിക്കുന്നു. അപ്പോൾ വാർഡൻ ഇതിനോടൊന്നും ഒരു തണുത്ത പ്രതികരണമാണ് അയാൾക്കുള്ളത്. അപ്പോൾ അയാൾക്ക് എങ്ങനെയും ആൻറ്റീനെ അവിടെ പിടിച്ചിട്ട് അയാളുടെ അക്കൗണ്ട്സ് നോക്കിക്കുക, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇല്ലീഗൽ മണി, അതായത് മണി ലോണ്ടറിങ് എന്നുള്ളൊരു പരിപാടിയാണ് ശരിക്കും ആൻറ്റീനെ കൊണ്ട് അവിടുത്തെ വാർഡൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടാക്സ് അടയ്ക്കാത്ത കള്ളപ്പണം ആൻറ്റിയിലൂടെ ആണ് ഇയാൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ പെൻഷൻ കിട്ടി പോകുമ്പോഴത്തേനും ഇയാളൊരു മില്ലനെയർ ആകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ആൻറ്റി ഇടയ്ക്ക് റെഡിനോട് പറയുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ആൻറ്റീനെ അവിടെ നിന്ന് വിടണമെന്നൊരു ഉദ്ദേശവും ഇല്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ഉള്ള ഒരു വർത്തമാനം അവിടെ വരികയും ആൻറ്റി അതിനെതിരെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ആൻറ്റീനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റീനെ ബ്ലാക്ക് ഹോൾ എന്ന് അറിയപ്പെടുന്ന ഒരു ചെറിയൊരു സെല്ലുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇരുട്ടായിരിക്കും. അവിടെ അവിടെ ഒരു മാസം കൊണ്ടിടുക എന്ന് ഈ വാർഡൻ പറയുന്നുണ്ട്. അപ്പം ഇതിനിടയിൽ ടോമീനെ നമ്മുടെ വാർഡൻ വിളിപ്പിക്കുകയാണ്. അപ്പോൾ വാർഡൻ വിളിപ്പിച്ചിട്ട് ടോമിയോട് ഇങ്ങനെ പറയുകയാണ്, ആൻറ്റി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ടോമി, ഇത് നിയമത്തിന് മുന്നിൽ ഈ കാര്യങ്ങൾ വളരെ ചങ്കൂറ്റത്തോടെ തുറന്നു പറയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ടോമി പറയുന്നു, വളരെ ചങ്കൂറ്റത്തോടെ ഞാനത് പറയാൻ തയ്യാറാണ്, കാരണം സത്യം എന്താണെന്നുള്ളത് ഞാൻ കേട്ടതാണ് എന്നൊക്കെ പറയുന്നു. വാർഡൻ അവിടെ വെച്ച് ക്യാപ്റ്റന് ഉത്തരവ് കൊടുക്കുകയാണ് ടോമീനെ വെടിവെച്ച് കൊല്ലാൻ. അങ്ങനെ ടോമീനെ അവിടെ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണ്. ഒരു മാസത്തിന് ശേഷം ആൻറ്റി പുറത്ത് വരുന്നു. പുറത്ത് വന്നു കഴിയുമ്പോഴത്തേനും റെഡിനെ കാണുന്നു. കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നു. ടോമിക്കുണ്ടായ ഒരു കാര്യത്തിലൊക്കെ ഇവർ ഭയങ്കര അസ്വസ്ഥരാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ ആൻറ്റീനെ കാണാനില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ട് വന്നു കഴിയുമ്പോഴത്തേനും ആൻറ്റീനെ കാണാനില്ല. എല്ലാവരുടെയും പേടി ആൻറ്റി പുറത്ത് വരാതിരുന്നപ്പോൾ ആൻറ്റി ആത്മഹത്യ ചെയ്തോ എന്നുള്ളതായിരുന്നു. കാരണം തലേദിവസം ആൻറ്റി ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു 6 അടി നീളമുള്ള ഒരു കയറൊക്കെ വാങ്ങിയിരുന്നു. ആൻറ്റി ചോദിച്ചപ്പോഴത്തേനും എന്തുകൊണ്ട് കൊടുക്കാതിരിക്കണം എന്നുള്ള രീതിയിൽ അയാളത് കൊടുക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ റെഡിന് അത്രത്തോളം പേടിയായിരുന്നു. കാരണം മനുഷ്യൻ്റെ കാര്യമാണ്, പറയാൻ പറ്റത്തില്ല. പിന്നീട് വാർഡനും മറ്റു ഓഫീസേഴ്സും എല്ലാം കൂടെ വന്നിട്ട് ആൻറ്റിയുടെ റൂം നോക്കുമ്പോൾ ആൻറ്റി അവിടെ ഇല്ല. അങ്ങനെ അവസാനം റെഡിനെ പ്രിസണിലേക്ക്, അതായത് ആൻറ്റിയുടെ ആ ഒരു സെല്ലിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഈ വാർഡൻ ആൻറ്റി ഉണ്ടാക്കി വെച്ചിരുന്ന കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്ന സാധനമൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന കൂട്ടത്തിൽ ഒരു കല്ല് അവസാനം വന്ന സിനിമാ നടിയുടെ പടത്തിൽ എന്ന് കൊള്ളുകയാണ്. ആ കൊള്ളുന്നതും ആ പടം കീറി തുളച്ചുകൊണ്ട് ആ കല്ല് അങ്ങ് അകത്തേക്ക് പോയി. അങ്ങനെ വാർഡൻ വന്ന് ആ തുളയ്ക്കകത്തൂടെ കൈ ഇട്ട് നോക്കുമ്പോൾ കൈ അകത്തേക്ക് കയറിപ്പോകുന്നു. പെട്ടെന്ന് ആ പോസ്റ്റർ മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും വലിയൊരു തുരങ്കമാണ് ആ വാർഡൻ അവിടെ കാണുന്നത്. അങ്ങനെ അവർക്ക് മനസ്സിലായി ആൻറ്റി ജയിലിൽ ചാടി എന്നുള്ളൊരു കാര്യം. പിന്നീട് ആൻറ്റി എങ്ങനെയാണ് ജയിൽ ചാടിയതെന്നുള്ളൊരു കാര്യമാണ് റെഡിൻ്റെ മോണോലോഗിൽ കൂടെ പ്രേക്ഷകർ അറിയുന്നത്. അതായത് എല്ലാവരും ഉറങ്ങുന്ന സമയത്തും ആൻറ്റി ഈ റോക്ക് ഹാമർ വെച്ചിട്ട് ഭിത്തിയിൽ ചുരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെഡ് ആദ്യം ആൻറ്റിനെ കളിയാക്കി പറയുന്നുണ്ട്, ഈ ഒരു ചെറിയ റോക്ക് ഹാമർ വെച്ചിട്ട് 600 വർഷമെങ്കിലും എടുക്കും ഈ ഷോഷാങ്ക് പ്രസിഡൻ്റെ ഭിത്തി തുരന്ന് അപ്പുറത്ത് വന്ന് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ജയിലിൽ ചാടണമെന്ന് ആൻറ്റി പറയുന്നു. പക്ഷേ ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം ആൻറ്റിക്ക് ജിയോളജിയിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. കല്ലുകളോട് അയാൾക്ക് ഭയങ്കര ഒരു പ്രിയം ഉള്ളൊരു ആളായിരുന്നു. അപ്പം ജിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറും ടൈമും ആണ് ജിയോളജി എന്ന് റെഡ് പറയുകയാണ്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ളത് അയാൾക്ക് സമയവും പ്രഷറുമാണ്. ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും പ്രഷറും സമയവും ഉണ്ടായിരുന്നു. തുടക്കത്തിലെങ്ങും ഇതൊരു പ്രിസൺ ബ്രേക്ക് മൂവി ആണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല, നമുക്കെന്നല്ല ആർക്കും മനസ്സിലാവത്തില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫേസിംഗ് ഒക്കെ. ഇത് വളരെ ഇഴഞ്ഞു നീങ്ങുന്ന ഈ പ്രസന്റ് ലൈഫ് നമ്മൾ അനുഭവിച്ചതുപോലത്തെ ഒരു ഫീലാണ് നമ്മൾ ഈ പടം കണ്ട് തീരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ക്യാമറ വർക്ക് ആയാലും അതിൻ്റെ എഡിറ്റിംഗ് ആയാലും അതിൻ്റെ ഡയറക്ഷൻ ആയാലും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആയാലും ആ ഒരു രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ സിമിലർ ആയിട്ടുള്ള 2 ഷോട്ടുകൾ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. ബ്രൂക്സ് ഒരു ബസ്സിൻ്റെ കൈപിടിയിൽ 2 കൈയും ചേർത്ത് പിടിച്ച് ഇനി ജീവിതത്തിൽ മുന്നോട്ട് എന്ത് എന്ന് ഒരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരു പേടിയോടെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ബ്രൂക്സിനെ നമ്മൾ കാണുന്നുണ്ട്. ഏറെക്കുറെ സിമിലർ സിറ്റുവേഷനിൽ ബസ്സിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ കൈപിടിയിലിരുന്ന് കൈ പിടിച്ച് യാത്ര ചെയ്യുന്ന റെഡിനെയും നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ആൻറ്റി എങ്ങനെ ആയിരിക്കാം ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് പുതിയൊരു ഐഡൻറ്റിറ്റിയിലേക്ക് പോയത്? അത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും ചിലപ്പോൾ ഒരുപക്ഷെ സിനിമ കാണാണ്ടിരിക്കും. അതുകൊണ്ട് അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മളൊന്ന് ക്ലോസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ബിബ്ലിക്കൽ റെഫറൻസുകളുണ്ട്.
അതായത് ഈ പ്രിസണിലേക്ക് വരുന്ന ഒരു പ്രിസണർ, അതായത് ഒരു ഇൻമേറ്റ് ആദ്യമായിട്ട് പ്രിസണിലേക്ക് വരുമ്പോൾ അയാളെ വളരെ നേക്കഡായിട്ട് നിർത്തി അയാളുടെ ദേഹത്തോട് കുറച്ച് വെള്ളം കോരി ഒഴിച്ച് ഒരു ഡിസിൻഫെക്റ്റൻ്റ് ഒക്കെ അയാളുടെ ദേഹത്ത് വാരി വിതറി അങ്ങനെ വളരെ നേക്കഡായിട്ടാണ് ഈ സെല്ലിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമ്മളെങ്ങനെയാണോ ജനിച്ച് ഈ ലോകത്തിലേക്ക് വന്നത് അതിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ഷോഷാങ്ക് പ്രിസണിലേക്ക് ഇൻമേറ്റ്സ് വരുന്നതെന്ന് റെഡ് പല സിറ്റുവേഷൻസിലും പറയുന്ന നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആൻറ്റി ഈ പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത്, അതായത് ആൻറ്റി പ്രിസൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നത് ഒരു കൈൻഡ് ഓഫ് റീബർത്താണ്. അതായത് ഷോഷാങ്ക് പ്രിസണിലെ വേസ്റ്റ് സീവേജ് പൈപ്പിനുള്ളിൽ, അതായത് അയാളൊരു 19 വർഷം ഡോർമെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരമ്മയുടെ വയറ്റിൽ ഒരു കുട്ടി ഒരു 9 മാസം കിടന്ന് രൂപപ്പെട്ട് അവിടുന്ന് പുറത്തേക്ക് ഡെലിവറിയിലൂടെ പുറത്തേക്ക് വരുന്ന അതേ പ്രൊസീജിയറിലൂടെ ആണ് ആൻറ്റിയും പുറത്ത് വന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻറ്റി എന്ന് പറയുന്ന ആൾ ഒരു 19 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ജയിലിൽ നിന്ന് ഒരു തുരങ്കം വഴി ജയിലിൻ്റെ ഒരു മതിൽ, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് കിടക്കുകയും അവിടുന്ന് സീവേജ് പൈപ്പിന് ഉള്ളിലൂടെ ഒരു 500 യാർഡ്, അതായത് 5 ഫുട്ബോൾ ഫീൽഡിൻ്റെ വലിപ്പമുള്ള അത്രയും ദൂരം അയാൾ ആ ദുർഗന്ധത്തിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു വന്ന് അയാളുടെ തലയാണ് ആദ്യം ആ സീവേജ് പൈപ്പിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ എങ്ങനെയാണോ പുറം ലോകത്തേക്ക് വരിക, അതുപോലെയാണ് ആൻറ്റി ആ സീവേജ് പൈപ്പിനുള്ളിൽ നിന്ന് പുറത്തേക്ക് അയാൾ വന്ന് വീഴുന്നത് ഒരു വലിയ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പം ആൻറ്റി ആകാശത്തോട്ട് നോക്കി കൈകൾ രണ്ടും വിരിച്ച് പിടിച്ച് ആ മഴ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ജീവിതത്തിലേക്ക് വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു റീബർത്ത് എന്ന് ബൈബിളിലും ഒക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ് ഈ സിനിമയിൽ നമുക്ക് ഈ ഒരു സീക്വൻസിൽ കൂടെ ഒക്കെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ റിഡംഷൻ എന്ന വാക്കിന് വീണ്ടെടുപ്പ് എന്നാണ് അതിൻ്റെ ഒരു മലയാളം അർത്ഥം വരുന്നത്. അപ്പോൾ വീണ്ടെടുപ്പ് ഷോഷാങ്കിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഷോഷാങ്ക് പ്രിസണിൽ നിന്നുള്ള ആൻറ്റിയുടെ ഒരു വീണ്ടെടുപ്പായിരുന്നു ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ഈ ഒരു കഥ. ഷോഷാങ്ക് പ്രിസണിൽ നിന്ന് ആൻറ്റി എന്നുള്ളൊരു മനുഷ്യനെ കറ തീർത്ത ഒരു മനുഷ്യനാക്കി പുറം ലോകത്തേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അയാൾ സ്വപ്നം കണ്ടിരുന്ന, അല്ലെങ്കിൽ അയാളുടെ ഒരു ഡ്രീമിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അല്ലെങ്കിൽ അതിലേക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നൊരു സംഭവമായിരുന്നു ഷോഷാങ്ക് പ്രിസണിൻ്റെ ഒരു റോള് അയാളുടെ ജീവിതത്തിൽ എന്ന് വേണേൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ബിബ്ലിക്കൽ റെഫറൻസ് നമുക്ക് പിന്നെയും കാണാൻ പറ്റുന്ന വേറൊരു സീക്വൻസ് ഉണ്ട്. അതായത് ഇൻമേറ്റ്സിന് എല്ലാവർക്കും, അല്ലെങ്കിൽ തൻ്റെ കൊളീഗ്സിന് എല്ലാവർക്കും ബിയർ കൊടുക്കുന്ന ആൻറ്റി. നമ്മൾ ബൈബിളിലെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കല്യാണ വിരുന്നിൽ വെച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് ഈ പറഞ്ഞ പോലെ വെള്ളം നമ്മുടെ വൈനാക്കി മാറ്റിക്കൊണ്ട് അവിടെയുള്ള എല്ലാവരെയും ഹാപ്പി ആക്കുന്ന ഒരു സീനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏറെക്കുറെ സിമിലറായിട്ട് തൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന കോവർക്കേഴ്സിനെല്ലാം പ്രസിഡൻ്റെ മതിലിന് പുറത്ത് നിന്നുകൊണ്ട് ചിൽഡ് ബിയർ, അത്രയും സൂര്യവെളിച്ചത്തിൽ നിന്നുകൊണ്ട് ചിൽഡ് ബിയർ എൻജോയ് ചെയ്ത് ഓരോ സിപ്പും എടുക്കാൻ പറ്റുക എന്നുള്ളത്, അത് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമായിരുന്നു. ആൻറ്റി ഒരു കുപ്പി ബിയർ പോലും കുടിച്ചില്ല എന്നുള്ളതും അതിൻ്റെ അകത്തെ ഒരു ഐറോണിക്കലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ ആൻറ്റിയുടെ ഒരു പാത്ത് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൂട്ടത്തിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ചെയ്തത്. എല്ലാ ഇൻമേറ്റ്സിനും അറിവും വെളിച്ചവും പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു ആൻറ്റിയുടേത്. സ്റ്റീഫൻ കിങ്ങിൻ്റെ റിത്ത ഹെയ്വർത്ത് ആൻഡ് ഷോഷാങ്ക് റിഡംഷൻ എന്ന് പറയുന്ന ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഷോഷാങ്ക് റിഡംഷൻ എന്നുള്ള ഈ ഒരു ചിത്രം ഫ്രാങ്ക് ഡരാബോണ്ട് സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം റോജർ ഡീക്കിൻസ് ആണ് നിർവഹിച്ചിരിക്കുന്നത്. വളരെ രസകരമായിട്ടാണ്, രസകരം എന്ന് പറഞ്ഞാൽ അത്ര അതിശയിപ്പിക്കുന്ന ഫ്രെയിമുകളൊന്നും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കത്തില്ലെങ്കിലും 2.5 മണിക്കൂർ പടം കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മളും ഷോഷാങ്ക് പ്രിസണിലെ ഒരു ഇൻമേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രിസൺ ലൈഫ് കഴിഞ്ഞ് നമ്മളും പുറത്തേക്ക് വന്നു എന്നുള്ള ഒരു ദീർഘനിശ്വാസം നമ്മുടെ മനസ്സിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്നത് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. അത്ര വളരെ കിടിലനായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയ്ക്ക് അവർ കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് റിച്ചാർഡ് ഫ്രാൻസിസ് ബ്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു എഡിറ്ററാണ്. എഡിറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ശരിക്കും ഈ ചിത്രത്തിൻ്റെ ഒരു ഫേസിങ്, അതായത് ഓരോ ഷോട്ടിൽ നിന്നും വേറൊരു ഷോട്ടിലേക്ക് പോകുന്നത്, ഷോട്ടുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഓരോ ഷോട്ടുകൾക്കിടയിലുമുള്ള ഒരു ടൈം ഡ്യൂറേഷൻ, ഒരു ടൈം ലെങ്ത്, അതൊക്കെ ഭയങ്കര രസകരമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കാണുന്ന ഓഡിയൻസിനെ മാക്സിമം
ഈ ഒരു മൂഡിലേക്കും ഈ പ്രിസണേഴ്സിൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവർ പോകുന്ന മനോവികാരത്തിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും ഡിറക്ഷനും എഡിറ്റിങ്ങും ഒപ്പം ഇതിൻ്റെ മ്യൂസിക്കും വന്നിരിക്കുന്നത്. ഈ ചിത്രത്തിൽ മ്യൂസിക് അങ്ങനെ വാരി വലിച്ചൊന്നും ഉപയോഗിച്ചിട്ടില്ല. തോമസ് ന്യൂമാൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതായത് വളരെ രസകരമായിട്ടുള്ള കുറച്ച് മ്യൂസിക് പീസുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് ബ്രൂക്സ് പുറത്ത് വന്നതിന് ശേഷം ബ്രൂക്സിൻ്റെ ഒരു ലൈഫ് എൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു മ്യൂസിക് പീസുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള, അത് കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരുന്ന രീതിയിലുള്ള വളരെ സട്ടിലായിട്ടുള്ള ഒരു മ്യൂസിക് ട്രാക്കാണത്. വളരെ കണ്ണിങ് ആയിട്ടാണ് ഈ സാധനം ഈ സിനിമയിൽ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ എഡിറ്റിങ്ങും മ്യൂസിക്കും ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും ഇതിൻ്റെ ലൈറ്റിങ്ങും ഇതിൻ്റെ സംവിധാനവും ഇതിൻ്റെ പെർഫോമൻസും എല്ലാം വളരെ എന്താണ് ഒന്നിനൊന്നിനും മെച്ചമായിട്ട് നിൽക്കുന്നു. എന്നാൽ ഒന്നും തന്നെ മുഴച്ചു നിൽക്കാത്ത രീതിയിൽ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മികച്ച ഒരു ദൃശ്യ അനുഭവം തന്നെയായിരുന്നു ഷോഷാങ്ക് റിഡംഷൻ എന്നുള്ള ഈ ഒരു ചിത്രം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 1994 ഈ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ ഇതൊരു പരാജയ ചിത്രമായിരുന്നു. ചില സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ടായിരുന്നിരിക്കാം. പക്ഷെ പിന്നീട് ഇത് ഒരുപാട് കാസറ്റുകൾ ഈ ചിത്രത്തിൻ്റെ വിറ്റ് പോവുകയും ചിത്രം വളരെ ഫേമസ് ആവുകയും ചെയ്തു. ഒരുപാട് നോമിനേഷൻസിനും ഓസ്കാർ നോമിനേഷൻസിനും മറ്റുള്ള ഫിലിം ഫെസ്റ്റിവൽസിനും ഒക്കെ ചിത്രം പോയെങ്കിലും ആകെപ്പാടെ ഇതിന് ലഭിച്ചത് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി അവാർഡ് മാത്രമാണ്. അത് റോജർ ഡീക്കിൻസിന് ASCയുടെ ഒരു ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിക്കുള്ള അവാർഡ് മാത്രമാണ് ഷോഷാങ്ക് റിഡംഷൻ എന്നുള്ള ഈ ഒരു ചിത്രത്തിന് ലഭിച്ചത്. പക്ഷേ ചിത്രം ആകെ മൊത്തത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിങ്ങും ഗംഭീരമായിട്ടുള്ള ഒരു കഥയും അതിൻ്റെ ഒരു ഫേസിങ്ങും ഒക്കെ വളരെ രസകരമാണ്. ഇതിൻ്റെ ജോണർ എന്ന് പറയുമ്പോഴത്തേനും ഒരു ക്രൈം ത്രില്ലർ രീതിയിലാണ് വരുന്നതെങ്കിലും സിനിമ കണ്ട് ഒരു സിനിമ 2.5 മണിക്കൂർ പടം അവസാനിക്കുന്നതിന് 10-20 മിനിറ്റ് മുന്നെയാണ് ശരിക്കും ഇതൊരു വളരെ ഇതിൻ്റെ ഫേസിങ്ങിൽ വ്യത്യാസം വരുന്നത്. സിനിമയുടെ ഇതുവരെ വന്ന ടോൺ എൻറ്റയർലി ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് ആൻറ്റി അവിടുന്ന് പ്രസന്നത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന അവിടം തൊട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ ഓരോ ട്വിസ്റ്റുകളും അറിയാൻ തുടങ്ങുന്നത്. അതുവരെ ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ലോ ഫേസിൽ മുന്നോട്ട് പോകുന്നൊരു ചിത്രമാണ്. ഹോപ്പ് ഈസ് എ ഗുഡ് തിങ്, മേ ബി ബെസ്റ്റ് ഓഫ് ഓൾ തിങ്സ് ആൻഡ് നോ ഗുഡ് തിങ് എവർ ഡൈസ് എന്ന് ആൻറ്റി റെഡിനോട് പറയുന്ന പോലെ തന്നെ പ്രതീക്ഷകളാണ് മനുഷ്യരെ ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് മുന്നോട്ട് എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. മുന്നോട്ട് എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൻ്റെ പുറത്തായിരുന്നു ബ്രൂക്സ് എന്ന് പറഞ്ഞ പടുവൃദ്ധൻ പ്രിസണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി യാത്ര തിരിച്ച് തൻ്റെ മരണത്തിലേക്ക് പോകുന്നത്. പ്രതീക്ഷകളുമായിട്ട് പ്രിസണിലേക്ക് വന്ന ഒരാളായിരുന്നു ടോമി എന്ന് പറയുന്ന ആൾ. 2 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ടോമി തൻ്റെ ഭാര്യേനെയും കുട്ടീനെയും കാണാം എന്ന് കൊതിച്ചാഗ്രഹിച്ചിരുന്നു. പ്രിസണിലെ ഓരോ നിമിഷവും അദ്ദേഹം എൻജോയ് ചെയ്തു. ആൻറ്റി കുറ്റവിമുക്തനാകും എന്നുള്ളൊരു പ്രതീക്ഷ ടോമിക്കുണ്ടായിരുന്നു. ആ ടോമിയെയാണ് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വാർഡനും ക്യാപ്റ്റനും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ആൻറ്റിക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. ആൻറ്റിക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് ബാക്കി എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. റെഡ് ഒരിക്കൽ ആൻറ്റിയോട് പറഞ്ഞിരുന്നു, ഹോപ്പ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് റെഡ് ഒരിക്കൽ ആൻറ്റിയോട് പറഞ്ഞിരുന്നു. പക്ഷേ ആൻറ്റിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ആൻറ്റി മിസ്സിങ് ആവുന്നത്. അതിന് തൊട്ട് മുന്നുള്ള ഒരു രാത്രി ആൻറ്റിയുടെ കൂട്ടുകാരും തന്നെ ഉറങ്ങിക്കാണില്ല. കാരണം ആൻറ്റി എന്ത് ചെയ്യും എന്നുള്ളത് അവർക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ബ്രൂക്സിൻ്റെ ഒരു അനുഭവം മുന്നിൽ കടന്നുകൊണ്ട് തന്നെ തലേദിവസം ആൻറ്റി 6 അടി കയറ് മേടിച്ചതുകൊണ്ട് തന്നെ ആൻറ്റി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആൻറ്റി സൂയിസൈഡ് ചെയ്യുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്, മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തട്ടെ. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.